പാലക്കാട് നഗരസഭയിൽ ബി.ജെ.പി. വരാതിരിക്കാൻ യു.ഡി.എഫും എൽ.ഡി.എഫും ഒന്നിക്കുകയാണ്. അതിനുള്ള ഏറെക്കുറെയുള്ള പ്രാഥമിക ചർച്ചാ കാര്യങ്ങളെല്ലാം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ലക്ഷ്യത്തിലെത്താനുള്ള സാധ്യതകൾ രാഷ്ട്രീയ നിരീക്ഷകർ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് വിലയിരുത്തുന്നു. പാലക്കാട് നഗരസഭയിൽ ആകെയുള്ളത് 53 സീറ്റാണ്. അതിൽ ബി.ജെ.പി. എൻ.ഡി.എ സഖ്യം, അതായത് ബി.ജെ.പി. സഖ്യം 25 സീറ്റ് നേടിയിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് ഭരണത്തിലേക്ക് എത്താനുള്ള സാധ്യത വളരെ അടുത്തിരിക്കുന്നു എന്നുള്ളതാണ്. ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയാകുന്ന സമയത്ത് ബി.ജെ.പി.യാണ് ഭരണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സാധാരണഗതിയിൽ വിളിക്കാറുള്ളത്. ഇവിടെയാണ് തന്ത്രങ്ങൾ മെനയാൻ വേണ്ടിയിട്ട് യു.ഡി.എഫും എൽ.ഡി.എഫും തീരുമാനിച്ചത്. യു.ഡി.എഫിന് 17 സീറ്റാണ്, എൽ.ഡി.എഫിന് 8 സീറ്റാണ്. അങ്ങനെ ആ സമയത്ത് യു.ഡി.എഫും എൽ.ഡി.എഫും 25ഉം ബി.ജെ.പി. 25ഉം വരും. ഭരണസ്ഥിരത നിലനിർത്താൻ വേണ്ടിയിട്ട് 27 സീറ്റാണ് വേണ്ടത്. അതിന് 3 സ്വതന്ത്രന്മാർ അവിടെ വിജയിച്ചിരിക്കുന്നു. ഈ സ്വതന്ത്രന്മാരുടെ പിന്തുണ കിട്ടുന്നവരാരാണോ അവർക്ക് ഭരണം നിലനിർത്താൻ സാധിക്കും എന്നാണ് അനുമാനം. ബി.ജെ.പിക്ക് പിന്തുണക്കാൻ ഈ 3 സ്വതന്ത്രന്മാരും തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് യു.ഡി.എഫ് എൽ.ഡി.എഫിന് പ്രതീക്ഷ കൂടുന്ന കാര്യം. പള്ളിപ്പുറം, വിത്തുണ്ണി, ഒലവക്കോട് സൗത്ത് ഈ 3 വാർഡുകളിൽ നിന്നാണ് സ്വതന്ത്രന്മാർ തിരഞ്ഞെടുത്തത്. അതിൽ ഈ യു.ഡി.എഫിൻ്റെ, അതായത് കോൺഗ്രസിൻ്റെ റെബലായിട്ട് മത്സരിച്ച ആർ റഷീദ് എന്ന് പറയുന്ന ആളെ ചെയർമാൻ സ്ഥാനാർത്ഥിയാക്കി നിർത്തിക്കൊണ്ട് എൽ.ഡി.എഫിൻ്റെയും യു.ഡി.എഫിൻ്റെയും അതോടൊപ്പം തന്നെ സ്വതന്ത്രരുടെയും പിന്തുണ തേടുക എന്നുള്ളതാണ് ഇപ്പോൾ ലക്ഷ്യം വെച്ചിരിക്കുന്നത്. ഇത് വിജയിച്ച് കഴിയുകയാണെങ്കിൽ ബി.ജെ.പി. ഈ മേഖലയിൽ നിന്ന് ഇല്ലാതാകും. അതായത് ഭരണ സംവിധാനത്തിൽ നിന്ന് തുടരാൻ സാധിക്കാത്ത വിധം അവർ പരാജയപ്പെടും എന്ന് തന്നെയാണ് വിലയിരുത്തുന്നത്. 2015-ലും 2020-ലും ഭരണം നടത്തിയത് ബി.ജെ.പി.യാണ്. ബി.ജെ.പിക്ക് അവിടെ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ വേണ്ടി സാധിച്ചു. 2010-ലെ കണക്ക് പ്രകാരം നോക്കുന്ന സമയത്ത് 31 സീറ്റാണ്, യു.ഡി.എഫിന് 31 സീറ്റാണ് അന്ന് ലഭിച്ചത്. ബി.ജെ.പിക്ക് അന്ന് 4 സീറ്റാണ്, എൽ.ഡി.എഫിന് 17 സീറ്റാണ്. ഇതായിരുന്നു അവിടെ സീറ്റിൻ്റെ പാറ്റേൺ നോക്കുന്ന സമയത്ത് ഉണ്ടായിരുന്നത്. 2015ഓടുകൂടി അത് അട്ടിമറിയപ്പെട്ടു. വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ വേണ്ടി ബി.ജെ.പിക്ക് സാധിച്ചു എന്ന് മാത്രമല്ല, കേരളത്തിൽ ആദ്യമായിട്ട് ബി.ജെ.പി. ഭരണത്തിലേറിയിരിക്കുന്ന നഗരസഭയും പാലക്കാട് നഗരസഭയാണ്. അന്ന് ബി.ജെ.പിക്ക് 24 സീറ്റും യു.ഡി.എഫിന് 18ഉം എൽ.ഡി.എഫിന് 6 സീറ്റും ലഭിച്ചു. 4 സ്വതന്ത്രന്മാരും അന്ന് തിരഞ്ഞെടുക്കപ്പെട്ടു. 24 സീറ്റ് ലഭിച്ചതോട് കൂടിയിട്ട് പിന്നീട് അവരുടെ ഭരണത്തിലെത്താനുള്ള ചരടുവലികൾ നടത്തി, സ്വതന്ത്രരുടെ പിന്തുണ കിട്ടി, അങ്ങനെ അവർ ഭരിക്കുകയും ചെയ്തു. അങ്ങനെയാണ് ആ സമയത്തുള്ള, അതായത് 2015 കാലഘട്ടത്തിൽ അവർക്ക് ഭരിക്കാൻ വേണ്ടി സാധിച്ചു. 2020 എത്തിയ സമയത്ത് ചിത്രം ഒന്നുകൂടി മാറി. ബി.ജെ.പി. കുറച്ചും കൂടി അധികം മുന്നേറ്റം ഉണ്ടാക്കാൻ വേണ്ടി സാധിച്ചു. 4 സീറ്റ് അവർക്ക് അധികം കിട്ടി. അങ്ങനെ ബി.ജെ.പിക്ക് 28ആയി, യു.ഡി.എഫ് 16ആയി, എൽ.ഡി.എഫ് 7ലേക്ക് ചുരുങ്ങി. വെൽഫെയർ പാർട്ടിക്ക് 1 സീറ്റും കിട്ടി. 2020-ലും ഭരണം നിലനിർത്തി. 2025 സമയത്താണ് ഈ സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ മാറി മറിഞ്ഞത്. അത് കഴിഞ്ഞ പ്രാവശ്യം കിട്ടിയ 28 സീറ്റിൽ നിന്ന് ബി.ജെ.പിക്ക് 3 സീറ്റ് കുറഞ്ഞത് അത് യു.ഡി.എഫിന് കിട്ടി എന്നുള്ളതാണ് ആശ്വാസകരം. അതോടൊപ്പം പിന്നെ സ്വതന്ത്രർ അവിടെയും വിഷയമായിട്ട് വന്നു. ഈ സ്വതന്ത്രരുടെ പിന്തുണയോട് കൂടിയിട്ടാണ് ഇവിടെ ഭരണ സംവിധാനം തീരുമാനിക്കുക. അത് പാലക്കാടാണെങ്കിലും തിരുവനന്തപുരം കോർപ്പറേഷൻ ആണെങ്കിലും ഏറെക്കുറെ അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ പറയുന്ന കാര്യം, ദേശീയ തലത്തിലുള്ള ഇന്ത്യ സഖ്യം, ഇടതുപക്ഷം ദേശീയ സഖ്യത്തിൻ്റെ ഇന്ത്യ മുന്നണിയുടെ ഭാഗമാണ്. അത് കേരളത്തിന് പുറത്ത് എല്ലാ സംസ്ഥാനങ്ങളിലും ഏറെക്കുറെ അങ്ങനെ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. കേരളത്തിൽ അങ്ങനെ വരാറില്ല. കേരളത്തിലെ ഇടതുപക്ഷവും വലതുപക്ഷവും അങ്ങനെ തന്നെയാണ് ഇലക്ഷനൊക്കെ നേരിടാറുള്ളത് എന്നതിനാൽ ഇവർ തമ്മിൽ ശത്രുതാ മനോഭാവത്തോട് കൂടിയിട്ടാണ് ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിലൊക്കെ നീക്കുപോക്കൾ നടത്തുന്നത്. പക്ഷേ ഇങ്ങനത്തെ അപൂർവ ഘട്ടത്തിൽ ബി.ജെ.പി. ഒതുക്കാൻ വേണ്ടിയിട്ട് യു.ഡി.എഫും എൽ.ഡി.എഫും ഒന്നിച്ചിട്ടില്ലെങ്കിൽ ഭാവിയിൽ രാഷ്ട്രീയപരമായിരിക്കുന്ന വലിയ പ്രശ്നങ്ങൾ അവർക്കുണ്ടാകുമെന്ന് 2 കൂട്ടരും കണക്കാക്കുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഒന്നിക്കാൻ വേണ്ടി തീരുമാനിച്ചത്. വലിയ വ്യാപകമായിരിക്കുന്ന വിപുലമായിരിക്കുന്ന ചർച്ചാ കാര്യങ്ങളൊക്കെ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. പക്ഷേ അവിടെ വിഷയം എന്ന് പറയുന്നത്, ഈ 3 മണ്ഡലങ്ങളിലെയും, അത് പള്ളിപ്പുറത്താണ് എച്ച് റഷീദ് എന്ന് പറയുന്ന ആൾ വിജയിച്ചത്. അദ്ദേഹത്തെ ഈ ചെയർമാനാക്കിയിട്ടുള്ള ഒരു രീതിയാണ് ഇപ്പോൾ യു.ഡി.എഫ് കാണുന്നത്. അതിന് എൽ.ഡി.എഫ് ഏറെക്കുറെ പിന്തുണയ്ക്കുകയും ചെയ്യും. എന്നാൽ മറ്റ് 2 സ്വതന്ത്ര സ്ഥാനാർത്ഥികളും അതിലൊരാൾ ഇപ്പോൾ ചെയർമാൻ സ്ഥാനം ചോദിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു. അങ്ങനെ ആവുന്ന സമയത്താണ് ഇവിടെ വിഷയം സങ്കീർണമാവുക. അപ്പോൾ ഈ ആർ റഷീദിന് ചെയർമാൻ സ്ഥാനം കൊടുത്തിട്ടില്ലെങ്കിൽ അവിടെ അദ്ദേഹം പിന്തുണക്കാൻ സാധ്യതയില്ല. അങ്ങനെ മറ്റൊരാളും കൂടി അവകാശപ്പെടുന്ന സമയത്ത് ചെയർമാൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ സങ്കീർണമാവുകയും ചെയ്യും.
പിന്നെ പാർട്ടി പ്രവർത്തകന്മാർക്ക് ഇത് പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുക്കുക എന്നുള്ള നിർബന്ധമായിരിക്കുന്ന കാര്യമാണ്. കാര്യം ഏറ്റുമുട്ടൽ നടത്തിയത് UDF LDF തമ്മിലാണ്, അതിലാണ് വിജയിച്ചത്. അപ്പോൾ അവരൊന്നിച്ചുകൊണ്ട് ഈ പ്രവർത്തന രേഖ ഈ ഭരണ സംവിധാനത്തിലേക്ക് കയറുക എന്ന് പറയുന്നത് പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം വലിയ വിഷയം ഉണ്ടാവും. കാരണം ഇലക്ഷൻ ആകുന്ന സമയത്ത് സാധാരണക്കാർ അല്ലെങ്കിൽ പാർട്ടി പ്രവർത്തകന്മാർ എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും അംഗക്കുറികളും പ്രശ്നങ്ങളും വിഷയങ്ങളും അടിപിടികളൊക്കെ ഉണ്ടാവുക സ്വാഭാവികമാണ്. അങ്ങനെ പ്രശ്നങ്ങളുണ്ടാക്കിയിരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയിലെ പ്രവർത്തകന്മാർ ഒരേ സമയത്ത് ചേർന്ന് നിൽക്കേണ്ട ഒരു സ്ഥിതി ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അണികളെ സംബന്ധിച്ചിടത്തോളം അവർ അത്ര എളുപ്പത്തിൽ അത് സ്വീകരിക്കില്ല എന്നുള്ളത് ഒരു വിഷയമുണ്ട്. അതുകൊണ്ട് അണികളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുക, പ്രാദേശിക നേതാക്കളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുക, അവരുടെ സഹകരണം തേടുക എന്നുള്ളത് രണ്ട് മുന്നണികൾക്കും സാരമായിരിക്കുന്ന വിഷയമായിട്ടാണ് നിലനിൽക്കുന്നത്. എന്നാൽ ഇവർ പരസ്പരം യോജിക്കാത്തൊരു സ്ഥിതി വന്നാൽ 2025 വർഷത്തിലും പാലക്കാട് നഗരസഭ BJPയുടെ കൈവശത്തിലേക്ക് ഒതുങ്ങിയാൽ അങ്ങനത്തെ അവിടെ ഒരു വിഷയം വരുന്നത് വരാൻ പോകുന്ന നിയമസഭയെ അത് സാരമായിട്ട് ബാധിക്കും. ഭരണ സംവിധാനത്തിൽ ഉണ്ടാകുന്ന സമയത്ത് പാർട്ടി പ്രവർത്തകന്മാരെ ഏകോപിപ്പിക്കുകയും സംഘടിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളത് വളരെ എളുപ്പമാണ്. ഭരണമില്ലാതെ പ്രതിപക്ഷത്തിരിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അവരെ ഒന്നിപ്പിച്ച് കിട്ടുക എന്ന് പറഞ്ഞാൽ വലിയ പ്രയാസവുമാണ്. ഇപ്പോൾ തന്നെ പാലക്കാട് ഈ രാഹുൽ മാങ്കൂട്ടവുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ ഒരുപാട് സങ്കീർണമായിട്ട് നിലനിൽക്കുന്നതിനിടയിൽ വലിയൊരു അത്യാവശ്യം തിളക്കമുള്ള ഒരു വിജയം തന്നെയാണ് UDF ഉണ്ടാക്കിയത്. അത് നിലനിർത്തണമെങ്കിൽ ഭരണ സംവിധാനം കിട്ടുകയും വേണം. ഭരണ സംവിധാനം കിട്ടാത്ത രീതിയിലാവുന്ന സമയത്ത് അവിടെ BJP അധികാരത്തിൽ വരും. BJP അവിടെ അധികാരത്തിൽ വരുന്ന സമയത്തുള്ള വിഷയം വരാൻ പോകുന്ന നിയമസഭയെ സാരമായിട്ട് ബാധിക്കും. അപ്പോൾ അതിനെ ബാധിക്കാൻ പാടില്ല, ഇവിടെ വിഷയങ്ങൾ ഉണ്ടാവാനും പാടില്ല, ഇവിടുന്ന് BJP മാറ്റുകയും വേണം, പകരം UDF അധികാരത്തിൽ വരികയും വേണം. അങ്ങനത്തെ ഒരുപാട് വിഷയങ്ങളുണ്ട്. അതിൽ സ്വതന്ത്രന്മാരെപ്പോഴും ഈ വിമത സ്വതന്ത്രന്മാർ എന്ന് പറയുന്ന സമയത്ത് ആ പാർട്ടി സീറ്റ് നൽകാത്തത് കൊണ്ട് അവരുമായിട്ട് ഉടക്കി വിഷയങ്ങൾ ഉണ്ടാക്കി പിരിഞ്ഞിട്ട് സ്വതന്ത്ര ചിഹ്നത്തിൽ മത്സരിക്കുന്നവരാണ്. അവർ യഥാർത്ഥത്തിൽ ഏറ്റുമുട്ടുന്നത് അവരുടെ ആ പാർട്ടിയിലെ ചിഹ്നത്തിനോടായിരിക്കും. അങ്ങനത്തെ ഒരു വിഷയമുണ്ട്. അപ്പോൾ പാർട്ടിയുടെ ഔദ്യോഗിക ചിഹ്നത്തോട് ഏറ്റുമുട്ടിക്കൊണ്ട് വിജയിച്ചൊരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ചില കണ്ടീഷനും കരാറുകളൊക്കെ മുന്നോട്ട് വെക്കുക എന്നുള്ളത് സ്വാഭാവികമാണ്. അത് പാർട്ടി ഉൾക്കൊള്ളേണ്ടി വരും, പാർട്ടിയിലേക്ക് തിരിച്ചെടുക്കേണ്ടി വരും. അങ്ങനത്തെ കുറേ വിഷയങ്ങളുണ്ടാവും. ചില നിർദ്ദേശങ്ങളൊക്കെ പ്രവർത്തകന്മാർക്ക് പറയാനുണ്ടാവും, അത് ഉൾക്കൊള്ളേണ്ടി വരും. ആ സ്ഥിതിയിലേക്ക് മാറിയിരിക്കുന്നു. അത് രണ്ട് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അവിടെ വിഷയമാണ്. 3 സ്വതന്ത്രന്മാരാണുള്ളത്. അതിൽ ഒരാളാണ് ഇപ്പോൾ UDFൻ്റെ സ്വതന്ത്രമായിട്ട് പറയുന്നത്, മറ്റാളും LDFൻ്റെ സ്വതന്ത്രന്മാരാണ് എന്നാണ് അനുമാനിക്കുന്നത്. പക്ഷേ ഒരാൾ അങ്ങനെ LDFൻ്റെതല്ല, അയാൾ സ്വതന്ത്രമായ രീതിയിൽ നിന്നതാണ് എന്ന അഭിപ്രായം പറയുന്നുണ്ട്. ഏതായിരുന്നാലും സങ്കീർണമായിരിക്കുന്ന ഒരു വിഷയത്തിലേക്ക് പാലക്കാട് എത്തിയിട്ടുണ്ടെങ്കിൽ പോലും വലിയ പ്രതീക്ഷയുണ്ട് എന്നുള്ളതാണ് UDFൻ്റെയും LDFൻ്റെയും നേതൃത്വ സ്ഥാനത്ത് നിന്ന് ലഭിക്കുന്നത്. നമ്മൾ ലക്ഷ്യം കാണുക തന്നെ ചെയ്യും. BJP അകറ്റി നിർത്തുന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ തങ്ങൾക്ക് ഏകോപനമുണ്ട്, തങ്ങൾക്ക് നിലപാടുകളുണ്ട്. അതിന് വിട്ടുവീഴ്ച മനോഭാവത്തോട് കൂടി നീങ്ങും. LDF വാശി പിടിച്ചാലും UDF വാശി പിടിച്ചാലും അവിടെ BJP അധികാരത്തിലേറും എന്നതിനാൽ എല്ലാ നേതാക്കന്മാരും പ്രവർത്തകന്മാരും ഇളവ് നൽകിക്കൊണ്ട് നേതൃത്വത്തെ അംഗീകരിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകണമെന്ന് LDFൻ്റെയും UDFൻ്റെയും നേതാക്കന്മാർ അണികൾക്ക് പ്രത്യേക നിർദ്ദേശം നൽകി. പാർട്ടി വിരുദ്ധ പ്രവർത്തനത്തിലേക്ക് എത്താൻ പാടില്ലെന്നുള്ളതും പാർട്ടിയോടൊപ്പം പ്രതിസന്ധി ഉണ്ടാകുന്ന സമയത്ത് ചേർന്ന് നിൽക്കണം എന്നുള്ള നിർദ്ദേശങ്ങൾ ആദ്യമായി തന്നെ നൽകിയത് UDF ആണ്. അവർ കോൺഗ്രസ് ലെവലിലും മുസ്ലിം ലീഗ് ലെവലിലൊക്കെ ഘടകകക്ഷികളൊക്കെ ഓരോരുത്തരും അവരുടേതായിരിക്കുന്ന നേതാക്കന്മാരോട് പ്രാദേശിക നേതാക്കന്മാരോട് ഈ കാര്യം പറയപ്പെട്ടിട്ടുണ്ട്. കാര്യം വരാൻ പോകുന്ന നിയമസഭയിൽ നമ്മളെ സാരമായിട്ട് ബാധിക്കും എന്നതിനാൽ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ തന്നെ BJP ഇല്ലാതാക്കാനുള്ള അവസരം അവരുടെ ഭരണമേഖലയിൽ നിന്ന് മാറ്റി നിർത്തുക എന്നുള്ളതാണ്. അത് നമ്മൾക്ക് സാധ്യമാകുന്നതാണ്. ചില വിട്ടുവീഴ്ചകൾ ഇത്തരം ഘട്ടത്തിലൊക്കെ നൽകേണ്ടി വരും എന്നുള്ളത് സ്വാഭാവികമാണ്. 2010 2015 നടന്ന സംഭവത്തിൽ നിന്ന് വ്യത്യസ്തമായ രീതിയിലാണ് നമ്മൾക്കിപ്പോൾ ചെയ്യാൻ വേണ്ടി പറ്റുക. 2010 അല്ല, 2015 2020 2025 അവരെ മാറ്റുന്നതോട് കൂടിയിട്ട് തീർച്ചയായിട്ടും വരാൻ പോകുന്ന നിയമസഭയിൽ നമ്മൾക്ക് വലിയ പ്രതീക്ഷ ഉണ്ടാവും. അത് പാലക്കാട് മാത്രമല്ല, സംസ്ഥാന അടിസ്ഥാനത്തിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ് പാലക്കാട് നഗരസഭ എന്ന് പറയുന്നത്. അതുകൊണ്ട് അത് വ്യാപകമായ രീതിയിൽ ചർച്ച ചെയ്യുകയും അതോടൊപ്പം തന്നെ നമ്മൾക്ക് അത് വോട്ടാക്കി മാറ്റാൻ വേണ്ടിയിട്ട് സാധിക്കുകയും ചെയ്യും എന്നതിനാൽ വിട്ടുവീഴ്ച മനോഭാവത്തോടു കൂടി പാർട്ടിയോടും മുന്നണിയോടും ചേർന്ന് നിൽക്കണം എന്ന നിർദ്ദേശം രണ്ട് മുന്നണികളും നൽകിയിട്ടുണ്ട് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നു. അതുകൊണ്ട് തന്നെ പാലക്കാട് നഗരസഭയിൽ നിന്ന് ഏറെക്കുറെ BJP ഇല്ലാത്ത ഒരു ഭരണ സംവിധാനം തന്നെ വരാനുള്ള സാധ്യതയുണ്ട് എന്ന് നമുക്ക് തീർച്ചയായിട്ടും പറയാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്.